ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റോസ് വാട്ടറിൻ്റെ പ്യുവർ ഫോം ഇതാണെന്നുള്ളത്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ക്വാളിറ്റിയിലുള്ള റോസ് വാട്ടർ, അതും ഒരു കെമിക്കൽസും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. അല്ലാതെ റോസ് പെറ്റൽസ് നമ്മൾ വെറുതെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതല്ല ഇത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങളുടെ വീട്ടിലുള്ള റോസ് പെറ്റൽസ് കളക്ട് ചെയ്യുക, നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് എടുക്കുക. ഇതിനൊരുപാട് ഐസ് ക്യൂബ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. ആൻഡ് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ചില്ലിൻ്റെ 2 പാത്രങ്ങൾ കനത്തിന് വേണ്ടി ഇറക്കി വെക്കുന്നുണ്ട്. മുകളിലെ പാത്രത്തിലേക്കാണ് ഈ റോസ് വാട്ടർ ഒറ്റി വീഴുന്നത്. പാത്രം അടച്ചു വെക്കുന്ന സമയത്ത് ഇങ്ങനെയല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം അടച്ചു വെക്കാൻ. ഇതിൻ്റെ സൈഡിലൂടെ റോസ് പെറ്റൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവി പുറത്തേക്ക് ഒട്ടും പോവില്ലെന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ഇവിടെ ഹോളൊക്കെ ഉണ്ടായിരുന്നു. ആ ഹോളിൽ ഞാനിപ്പോൾ ഒരു തുണി വെച്ച് കെട്ടി കവർ ചെയ്തിട്ടുണ്ട്. ഇത് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഐസ് ക്യൂബ്സ് വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ ഒരു പാത്രം തണുത്തിട്ട് അതിൻ്റെ മേലേക്ക് വരുന്ന ആവിയൊക്കെ അതിലേക്ക് കറക്റ്റ് ഇങ്ങനെ ഉറ്റി വീഴത്തുള്ളൂ. നമ്മളിങ്ങനെ ചെയ്ത ഐസ് ക്യൂബ്സ് ഒക്കെ അലിഞ്ഞ് അതിൻ്റെ തണുപ്പൊക്കെ പോയി ചൂടാവാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നമ്മളൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഈ വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റണം. പിന്നെ ഇതേപോലെ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. കഴിയുന്ന വരെ ഇതിന് ഐസ് ക്യൂബ്സ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഐസ് ക്യൂബ്സ് അങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു 30 മിനിറ്റ്സോളം വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഓപ്പൺ ചെയ്യേണ്ട. ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം നമുക്കിത് ഓപ്പൺ ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ഈ റോസ് വാട്ടറിൻ്റെ ആവിയാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള പ്യുവർ റോസ് വാട്ടർ. ആൻഡ് ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് യൂസ് ആക്കാവുന്നതാണ്.